മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഗുണപാഠമായി നമ്മുടെ മുമ്പിൽ ഒരു നല്ല കുടുംബത്തെ ഇന്ന് പരിചയപ്പെടാം. പ്രായമുള്ള മാതാപിതാക്കളെ എങ്ങനെ മക്കൾ, പ്രത്യേകിച്ച് കൊച്ചുമക്കൾ വരെ എങ്ങനെ കരുതണം എന്ന് വെളിപ്പെടുത്തുന്ന ഒരു തുറന്ന പുസ്തകം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറുവള്ളി സെന്റ് മേരീസ് ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ് ആക്കാട്ടു കുടുംബം. കുട്ടിയമ്മ, ഈ അമ്മ 92 വയസ്സുള്ള ഈ അമ്മ, ജീവിത പങ്കാളി കുട്ടിച്ചേട്ടൻ 13 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ദൈവം അവർക്ക് 10 മക്കളെ നൽകി. ചെറിയ കുടുംബങ്ങളാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് വെറുതെ തെറ്റിദ്ധാരണ വരുത്തുന്നതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കുടുംബം. എന്തൊരു സ്വർഗതുല്യമായ അനുഭവം! 10 മക്കളും കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒറ്റ മനസ്സും ഒറ്റ ഹൃദയവുമായി ജീവിക്കുന്ന അനുഗ്രഹീതമായ കുടുംബം. ഒരു മകൻ വൈദികനായി CST സഭയിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നു. മറ്റു മക്കളൊക്കെ കർഷക കുടുംബത്തിൽപ്പെട്ടവര്. ഈ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം, അതിനേക്കാൾ ഉപരി മൂല്യങ്ങൾ കൊടുത്തു വളർത്തിയ മാതാപിതാക്കൾ, ജീവിതം എന്താണെന്ന്, എങ്ങനെ ഒരു വ്യക്തി ആയിരിക്കണം എന്ന് വെളിപ്പെടുത്തി സ്വജീവിതം കൊണ്ട് മാതൃക കാണിച്ച് റോൾ മോഡലായി മാറിയ 2 മാതാപിതാക്കളും 10 മക്കളും. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കോട്ടയം ചെറുവള്ളി ആക്കാട്ട് കുട്ടിച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന AT ആന്റണി എന്ന ആന്റണി അപ്പാപ്പന്റെയും കുട്ടിയമ്മ എന്ന് വിളിക്കപ്പെടുന്ന മോനിക്ക ആന്റണി അമ്മച്ചിയുടെയും വീട്. ചെറുവള്ളി സെന്റ് മേരീസ് ദേവാലയമാണ് ഇവരുടെ ഇടവക പള്ളി. 13 വർഷങ്ങൾക്ക് മുൻപ് 2012 തൻ്റെ 84-ാം വയസ്സിൽ ആന്റണി അപ്പാപ്പൻ നിത്യസൗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് 10 മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമായി 54 അംഗങ്ങളുള്ള ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ ദീപവും മാർഗദർശിയും കാവലാളുമായി മോനിക്ക അമ്മച്ചി പ്രശോഭിക്കുന്നു. പ്രായം തളർത്താത്ത ആത്മവിശ്വാസമാണ് ഈ അമ്മച്ചിയുടെ സായാഹ്ന ജീവിതത്തിന് പ്രസാദപരമാകുന്നത്. പ്രാർത്ഥനയും TV-യിലൂടെയുള്ള വിശുദ്ധ കുർബാനയും ഇടയ്ക്കിടെയുള്ള കുമ്പസാരവും വിശുദ്ധ കുർബാന സ്വീകരണവും ഒക്കെയായി ദൈവത്തോടൊട്ടി നിന്ന് വിശുദ്ധി പ്രാപിക്കാൻ സഹായിക്കാൻ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം എപ്പോഴും താങ്ങും തണലുമായി അമ്മച്ചിയുടെ ചുറ്റിലുമുണ്ട്. ഞാൻ ഫാദർ ജിമ്മി ആക്കാട്ട്, ചെറുപുഷ്പ സഭാംഗമാണ്. ഞാനിപ്പോൾ കോഴിക്കോടുള്ള ഞങ്ങളുടെ ലിസാ കോളേജിൽ മനഃശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് സേവനം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ആക്കാട്ട് കുടുംബത്തെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് ചാച്ചനെയും അമ്മച്ചയെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോഴേക്കും ചാച്ചൻ എല്ലാ മാസവും എനിക്ക് കത്തെഴുതുമായിരുന്നു. ഓരോ കത്തിലും ഒരു ആത്മീയ ഉപദേശം ഇല്ലാത്ത കത്തുകളില്ല.
ഞാനൊരു ആത്മീയ ഉപദേശത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്നൊരു ഉപദേശം പോലെ ഓരോ കത്തുകളിലും ചാച്ചൻ വീടുകളിലെ വിശേഷങ്ങൾ പറയുന്നതിനോടുകൂടി തന്നെ ഓരോ ആത്മീയമായിട്ടുള്ള ഉപദേശവും എനിക്ക് തരുമായിരുന്നു. വളരെ പ്രത്യേകമായിട്ട് നീ സെമിനാരിക്കാരനാണ്, പൗരോഹിത്യത്തിലേക്ക് നടക്കുന്ന വ്യക്തിയാണ്, പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും വചനം വായിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ചാച്ചൻ വളരെ ഊന്നി പറയുമായിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതവും നിരന്തരമായിട്ടുള്ള വചനസംബന്ധമായിട്ടുള്ള ആ ഒരു ഉപദേശം, ചാച്ചൻ ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അംഗമായിരുന്നു. രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും എനിക്കും ഒരു പ്രാർത്ഥനയുടെ വലിയ മാതൃകയായിട്ട് ഒരു പ്രചോദനമായിട്ട് നിന്നിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒത്തിരി ഓർമ്മകളുണ്ട്. അതിലൊന്ന്, ഞാൻ വൈദികനായതിനു ശേഷം 2000 ഡിസംബർ 30 ഞാൻ പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി എന്നോട് പറയുന്നത്, ഞാൻ സെമിനാരി ചേർന്ന അന്നു മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്മച്ചി എനിക്ക് വേണ്ടി ഉപവാസം എടുക്കുമായിരുന്നുവെന്ന്. അപ്പോൾ ഒരു പുരോഹിതനെന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സമർപ്പണ വഴിയിൽ എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനകളും ത്യാഗങ്ങളും ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ വളരെ വലിയൊരു ശക്തിയായിരുന്നു. അവരെൻ്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു ചിന്ത പ്രതിസന്ധികളിലും വെല്ലുവിളികളിലുമൊക്കെ മുന്നോട്ട് ധൈര്യത്തോടുകൂടി കർത്താവിൽ ആശ്രയിച്ചു പോകാൻ വേണ്ടി എനിക്ക് ശക്തി തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് 9 സഹോദരങ്ങൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എൻ്റെ ദൈവവിളിയിൽ എൻ്റെ സഹോദരങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും കൂട്ടായ്മയൊക്കെ എനിക്ക് വളരെ വലിയൊരു ശക്തിയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരുടെ പ്രാർത്ഥനകൾ, അവരുടെ സ്നേഹം, അതെല്ലാം എനിക്ക് നിരന്തരം ശക്തിയും പ്രേരണയുമായിട്ട് പ്രോത്സാഹനവുമായിട്ട് മുൻപോട്ട് പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടുത്തെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എപ്പോഴും സ്നേഹത്തിലും കൂട്ടായ്മയിലും പരസ്പരം ധാരണയിലും മുന്നോട്ട് പോവുക, പരസ്പരം വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും വെച്ച് പുലർത്താതെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും വലിയൊരു കൂട്ടായ്മയുടെ ഒരു സന്തോഷം. അതുകൊണ്ട് ഈ വീട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ആനന്ദത്തിൻ്റെ, വലിയൊരു പിന്തുണയുടെ, ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരനുഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും വിശ്വാസ ജീവിതവും ഈ 10 മക്കളുടെ ഒരു വലിയൊരു കൂട്ടായ്മയും വലിയൊരു സന്തോഷവും വലിയൊരു പ്രോത്സാഹനവും എൻ്റെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ട്. തീക്കട്ടയിൽ നിന്നും തീപ്പൊരി പറന്നാൽ അടുത്തു നിൽക്കുന്ന ഒരുവനെയെങ്കിലും ആ തീപ്പൊരി പൊള്ളിക്കും. ആ പൊള്ളൽ നീറ്റലായി അല്പനേരത്തേക്കെങ്കിലും ആ മനസ്സിനെ മതിക്കും. അതുപോലെ അപ്പാപ്പൻ്റെയും അമ്മച്ചിയുടെയും ദാമ്പത്യ ജീവിതം ഈ മക്കളുടെ ഉള്ളിലും പ്രകാശം നിറച്ചു. ഇവരുടെ 3-ാമത്തെ മകൻ റവറൻഡ് ഡോക്ടർ ജിമ്മി ആന്റണി CST കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും വെളിച്ചമേകി 25 വർഷമായി പൗരോഹിത്യ ജീവിതത്തിൽ മുന്നേറുന്നു. ലോകത്ത് എവിടെയാണെങ്കിലും അമ്മച്ചിയുടെ ഏത് കാര്യത്തിലും ഈ മക്കൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചുകൂടുന്നു. അമ്മച്ചി ജീവിതം കൊണ്ട് പകുത്തു നൽകിയ വിലമതിക്കാനാവാത്ത നിധികളെല്ലാം സ്വന്തം ഹൃദയത്തിൻ്റെ അഗാധതയിൽ കരുതലോടെ ഈ മക്കൾ സൂക്ഷിച്ചു എന്നതിൻ്റെ തെളിവാണ് അമ്മച്ചിയോടൊപ്പമുള്ള ഇവരുടെ ഈ നിറവാർന്ന നിമിഷങ്ങൾ. ഞാൻ അമ്മച്ചിയുടെ 10 മക്കളിൽ 2-ാമത്തെ ആളാണ്. എൻ്റെ പേര് എൽസമ്മ. ഇത് എൻ്റെ ജീവിത പങ്കാളി ജെയിംസ്. വെച്ചൂർ പാറേക്കാട്ടിൽ ചിറക്കടവ് വീട്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൻ വിക്ടർ, അവനിപ്പോൾ കാനഡയിലാണ്. മകന് ജീവിത പങ്കാളി അന്നാമ്മ. 2-ാമത്തെ മകന് വിനീത്, അവനിപ്പോൾ മസ്കറ്റിലാണ്. ഞങ്ങളും മസ്കറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവധിക്ക് വന്നതാണ്. പിന്നെ ഞങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, ബാല്യകാലം വളരെ സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് പറയുന്നത്. അതിനുശേഷം ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് ഞങ്ങളുടെ ചാച്ചന് പള്ളിയിൽ പോവുകയും അവിടെ ഫാദർ കുഴിവേലിക്കുളം അച്ഛനെ കാണുകയും അച്ഛനുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അച്ഛന് ഫ്രാൻസിസ്കൻ അസീസിയിൽ ചാച്ചനെ ചേർത്തു. അതിനുശേഷം ആ സമയത്ത് തന്നെ ഒത്തിരി ഭൗതികമായിട്ടുള്ള ഒത്തിരിയേറെ നേട്ടങ്ങളിലൂടെ പോകാനായിട്ട് പലവിധ വഴികളും ചാച്ചനുണ്ടായിരുന്നു. എങ്കിലും
ഇനിയും അപ്പം ഒത്തിരിയേറെ പശുക്കളും എരുമ ആടുകളും ഇതെല്ലാം ഭയങ്കര ഒരു കൃഷിക്കാരനും കൂടിയായിരുന്നു. അതുകൊണ്ട് അതിനോടൊക്കെ ഒരു ഭയങ്കര ഒരു താല്പര്യം കൂടുതലുണ്ടായിരുന്നു ചാച്ചന്. അങ്ങനെ ഈ ഫാദർ കുഴിവേലിക്കുളം അച്ഛനാണ് ദൈവാശ്രയത്തിലേക്ക് ചാച്ചനെ തിരിച്ചുവിടുകയും അങ്ങനെ ചാച്ചന് ഈ ഫ്രാൻസിസ്കൻ അസീസി ചേരുകയും അതിനുശേഷം അതിൽ കൂടുതലായിട്ട് ആ കാലഘട്ടങ്ങളിലൊന്നും ആരും ബൈബിള് വായിക്കുന്നില്ല. പക്ഷേ ചാച്ചൻ ദിവസവും ബൈബിള് വായിക്കുകയും സങ്കീർത്തനങ്ങളൊക്കെ ഉച്ചത്തിൽ ചെല്ലുകയും ഞങ്ങൾ മക്കളെല്ലാം അത് കേൾക്കുകയും വരുന്നവരോടും പോകുന്നവരോടും എല്ലാം ബൈബിള് പറയുകയും അത് ഏതാണ്ടൊരു 75കളിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്കെല്ലാം ദൈവവചനത്തിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കി തരികയും ബൈബിള് വായിക്കാനും ബൈബിള് വചനങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തന്നു. അതുപോലെ തന്നെ ചാച്ചൻ പറയുന്നത് എന്ത് അമ്മച്ചിക്ക് ദൈവവാക്യമായിരുന്നു. ഞങ്ങളൊരു വാക്കുപോലും ചാച്ചനെ കുറ്റപ്പെടുത്താനായിട്ട് ഒരിക്കലും അമ്മച്ചി സമ്മതിക്കുകയില്ലായിരുന്നു. അവർ തമ്മിൽ ഒരിക്കലും ഒരു വാക്ക് വ്യത്യാസം കണ്ടിട്ടില്ല. എന്ത് ചാച്ചൻ പറയുന്നു അത് അമ്മച്ചിക്ക് ദൈവവാക്യമായിരുന്നു. പിന്നെ അമ്മച്ചിയാണേലും എപ്പോഴും ഒരു മക്കളുടെയോ മരുമക്കളുടെയോ ഒരു കുറ്റം ആരോടും പറഞ്ഞിട്ടില്ല. അയലോക്കംകാരോ പാവപ്പെട്ടവരോ ആര് വന്നാലും വീട്ടിൽ ഈ കൃഷി വസ്തുക്കൾ, അതായത് ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ കാർഷിക സാധനങ്ങൾ കിടക്കുന്നു, എല്ലാവരോടും എടുത്തുകൊണ്ട് പൊക്കോളാൻ അവർ ചോദിക്കും, എല്ലാം എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുകയും അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പശുവിൻ്റെ പാല്, പിന്നെ തൈര്, മോര്, വെണ്ണ ഇങ്ങനെയൊക്കെയുള്ളത് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ഇവർക്കൊക്കെ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, മക്കളെ നമ്മൾ കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ അത് ഞങ്ങളും 10 മക്കൾക്കും അതൊരു വലിയൊരു മാതൃകയാണ്. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്ന ഒരു പിന്നെ ഇല്ലാത്തവർക്കെല്ലാം കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, അത് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ കണ്ട് പണിക്കാർ വന്നാലും അവരെ ഒപ്പം മേശമേലിരുത്തിയ ചാച്ചൻ കഴിപ്പിക്കുകയുള്ളായിരുന്നു, അവരെ താഴെ ഇരുത്തരുതെന്ന് പറഞ്ഞ്. അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ് ഞങ്ങൾക്ക് ചാച്ചനും അമ്മച്ചിയും രണ്ടുപേരും ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ സ്നേഹം അത് ഞങ്ങളെ തുടരാനായിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഈ ചാച്ചനെയും അമ്മച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം ഇവരുടെ വിശ്വാസ ജീവിതം ഒന്ന്, അതിലുപരി ഇവരുടെ ആ യോജിപ്പാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടത്തേക്ക് ആകർഷിച്ചിട്ടുള്ളത്. കാരണം എൻ്റെ വീട്ടിൽ 11 പേരുണ്ട്, ഇവർ 10 പേര്, ഞങ്ങൾ 11 പേരാണ്. പക്ഷേ ഞങ്ങൾ കുടുംബത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു യോജിപ്പ് എനിക്കിവിടെ കാണാൻ സാധിച്ചു. അത് ഈ അപ്പൻ്റെയും അമ്മയുടെയും നല്ലൊരു ജീവിതം കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവർ തമ്മിൽ എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും നിമിഷ നേരം കൊണ്ട് അതെല്ലാം മറന്ന് അവരൊന്നാകുന്ന ഒരു അവസരം ഞാനിവിടെ പല ദിവസങ്ങളിലും പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അത് വളരെയധികം നല്ലൊരു രീതിയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് പറ്റുന്നതൊന്നുമില്ല, ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിവിടെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇവരുടെ. എൻ്റെ പേര് സണ്ണി. ഞാൻ ഈ കുടുംബത്തിലെ 10 മക്കളിൽ 3ാമത്തെ ആളാണ്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു കുടുംബ ജീവിതമാണ് ഇവിടെ. ചെറുപ്പമായിരുന്നപ്പോഴും ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു ജീവിതം. ചാത്തൻ്റെ ഒത്തിരി മാതൃകകൾ, എനിക്കൊത്തിരി ജീവിത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ചാത്തൻ പലരെയും ഇങ്ങനെ സഹായിക്കുന്ന ഒരു രീതിയായിരുന്നു. ഒരു പൊതുവായിട്ടുള്ളൊരു സഹായം ഉണ്ടായിരുന്നു. മറ്റുള്ള പാവങ്ങളെ ഒത്തിരി സ്നേഹിക്കുമായിരുന്നു. ഞാനും അതുപോലെ തന്നെ ചാച്ചൻ വിൻസെൻ്റ് പോളിലും പിന്നെ 3ാം സഭയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും 8 വർഷം വിൻസെൻ്റ് പോളിൻ്റെ പ്രസിഡൻ്റായിട്ടും പിന്നെ കർമ്മസേന എന്ന് പറയുന്ന ഒരു സോഷ്യൽ സൊസൈറ്റി ഉണ്ട്, ഈ മരണാനന്തരമായ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഞാനും ചാച്ചനെ പോലെ തന്നെ അങ്ങനെ ചാച്ചൻ കാണിച്ചു തന്ന ഒരു മാർഗത്തിൽ കൂടെ ഞാനും പോകുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. മക്കൾ 3 പേരും വിദേശത്താണ്. പിന്നെ 4 കൊച്ചുമക്കളുണ്ട്. എല്ലാവരും ഞങ്ങൾ അന്നും ഇന്നും ചാത്തൻ്റെ ആ മാതൃക അനുസരിച്ച് സന്തോഷമായിട്ട് കഴിയുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. ഞാൻ ഒറ്റ മോളാണ്, അപ്പനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. ഈ 10 അംഗങ്ങളുള്ളൊരു കുടുംബത്തിലോട്ടാണ് എനിക്ക് വന്നു ചേരാൻ ദൈവം എന്നെ അനുവദിച്ചത്. അത് വളരെ സന്തോഷകരമാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇവരെല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാ വിശേഷ ദിവസം ഒന്നിച്ച് കൂടാറുണ്ട്. അതുപോലെ എന്ത് സാഹചര്യം ഉണ്ടായാലും എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്ന സന്തോഷകരമായ ഒരു കുടുംബത്തിലേക്ക് വന്ന് ചേരാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അതിനായി നന്ദി പറയുന്നു. എൻ്റെ ഇവിടുത്തെ ഈ ഭവനത്തിലെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടി എന്നോട് ഇത്രയും കാലം ഇടപെട്ടു. എൻ്റെ ഇവിടുത്തെ ചാച്ചൻ മരിച്ചുപോയി. ഇപ്പം അമ്മയുണ്ട്. അമ്മയാണെങ്കിലും എന്ന് ഞാൻ കയറി വന്നാലും വളരെ സന്തോഷത്തോടു എന്നെ സ്വീകരിക്കുന്ന ഒരു മാതാവാണ്. വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്രേസി. ഞാൻ 4ാമത്തെ ആളാണ്. എന്നെ കെട്ടിച്ച് വെക്കുന്നത് റാന്നിയിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സണ്ണി. എനിക്കൊരു മോനേ ഉള്ളൂ. മോന് പൂനെ ജോലി ചെയ്യുന്നു.
ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നെടുങ്കുന്നത്താണ്. പിന്നെ എനിക്ക് അമ്മച്ചിയും ചാച്ചനെയും പറ്റി എനിക്ക് ഓർമ്മ വരുന്നത്, ചാച്ചൻ എല്ലാവരും എപ്പോഴും ഒന്നിച്ചടുത്ത് വേണം. എല്ലാ പരിപാടി വന്നാലും ആ സമയത്ത് എല്ലാ സഹോദരങ്ങളും കുടുംബമായിട്ട് ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തെത്തും. പിന്നെ അമ്മച്ചിയെ വെച്ച് സംബന്ധിച്ച് പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഒരു കാര്യം പറയുകയാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് ഞങ്ങൾ 10 മക്കളുണ്ട്. എല്ലാവരും പഠിക്കാനുള്ളവർ പഠിച്ചു കഴിഞ്ഞു പോവും, ജോലിക്ക് ഓരോ കാര്യങ്ങൾ പറമ്പിൽ ചെയ്യാൻ പോകും. ചാച്ചനും എല്ലാം കഴിച്ച് എല്ലാവരും പറമ്പിൽ പോയി. അപ്പോൾ അമ്മച്ചി മാത്രം അന്നത്തെ കഴിച്ചില്ല, താമസിച്ചാണ് അമ്മച്ചി കഴിക്കുന്നത്. അപ്പോൾ അമ്മച്ചി കഴിക്കാനായിട്ട് ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ച് കഴിക്കാനിരിക്കുമ്പോഴുണ്ട് നമ്മുടെ അവിടെ പലപ്പോഴായിട്ട് വരുന്ന ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ കയറി വന്നു. പലപ്പോഴും വരുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും വന്നാലും ഫുഡ് കൊടുക്കും. അന്ന് അമ്മച്ചി വരുമ്പോൾ അമ്മച്ചി കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ, വേറെ ഫുഡില്ല. അപ്പോൾ അമ്മച്ചിക്ക് സങ്കടമായി. അമ്മച്ചി പെട്ടെന്ന് മേശയിൽ നിന്ന് എഴുന്നേറ്റു. കഴിക്കാനായിട്ട് കൈകഴുകി ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എഴുന്നേറ്റിട്ട് ആ വ്യക്തിയെ കണ്ടപ്പോഴേ ചാടി എഴുന്നേറ്റിട്ട് ഉടനെ അമ്മച്ചി ആ വ്യക്തി വന്നപ്പോഴേ സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് ഇരിക്കാൻ പറഞ്ഞ് ആ ഫുഡ് എടുത്ത് കൊടുത്തു. ആ ഫുഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തി ആ ഫുഡ് എടുത്ത് കഴിച്ച് തീരാറായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വ്യക്തി പറയാണ്, ആ ഇച്ചിരി ഉണ്ടായിരുന്നത് ബാക്കി മുഴുവൻ കഴിച്ചു, ഇച്ചിരി ഉള്ളൂ. അതെടുത്ത് ദൂരോട്ട് എറിഞ്ഞിട്ട് എന്തോ ഒരു ചീത്ത വാക്ക് പോലെ പറഞ്ഞു വെച്ച് വായി വെക്കാൻ കൊള്ളുവല്ലാത്ത ഫുഡാണ്, ഇതാ എനിക്ക് തന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മച്ചി ചിരിച്ചോണ്ട് ഇറങ്ങി വെച്ചിട്ട് പറഞ്ഞു, ആ സാരമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, എന്നാലും എനിക്ക് തരാൻ പറ്റിയല്ലോ, ആ ഒരു സന്തോഷം എനിക്കുണ്ട്, അങ്ങനെ പറഞ്ഞു. പിന്നെ ദുഃഖത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും എല്ലാ സഹോദരങ്ങളും കുടുംബങ്ങളും ഒന്നിച്ചു കൂടും. അത് എനിക്ക് ഒത്തിരി ഞങ്ങളെല്ലാവരും അങ്ങനെ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പേര് ജോണി, ഞാൻ 5ാമത്തെ മോന്. എൻ്റെ വൈഫിൻ്റെ പേര് ഷിജി. 3 മക്കളാണ്. മൂത്ത മോള് സിസ്റ്റർ ജോഷിന അപ്രേം, 2ാമത്തെ മോള് മരിയ അപ്രേം, മോൻ +1 പഠിക്കുന്നു ആൻഡോ അപ്രേം. പിന്നെ ചാച്ചനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചാച്ചന് എപ്പോഴും നല്ല സ്നേഹവും മക്കളെക്കുറിച്ചുള്ള കരുതലും ഉണ്ടായിരുന്നു. ഒരു ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നോ ഇല്ലായിരുന്നു. പിന്നെ അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മച്ചി എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ചാച്ചനെ കവർന്നൊരു വാക്ക് പറയുകയോ ഒന്നും, ചാച്ചൻ പറയുന്നതനുസരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ അമ്മച്ചി എപ്പോഴും കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മക്കളെ എല്ലാവരെയും തലോടുകയും എപ്പോഴും ഫോൺ വിളിക്കുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇന്നാരെ വിളിക്കുക എന്നെ കൊണ്ട് വിശേഷം ചോദിക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും ചാച്ചനും അമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു. അതുമാത്രമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം ഞങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ ചൈതന്യത്തോടെ മുന്നോട്ട് പോകുന്നു. എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് എനിക്ക് ഡിസ്കിന് ഇത്തിരി പ്രശ്നമായിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പം കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ഇവിടെ കൂടി. എല്ലാ വിശേഷത്തിനും ഇവിടെ എല്ലാവരും വീട്ടിൽ തറവാട്ടിൽ കൂട്ടണമെന്ന് അമ്മച്ചിക്കും ചാച്ചനും ഒരു നിർബന്ധമായിരുന്നു. അമ്മച്ചി ചാച്ചനോട് പറയും, ജോണിയെ വിളിച്ച്, ജോസിനെ വിളിച്ച്, അങ്ങനെ പറഞ്ഞ് എല്ലാ മക്കളെയും വിളിപ്പിക്കും. നാട്ടിലുള്ളവരെല്ലാവരും ഇവിടെ കൂടും. അന്ന് എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു, നാളെ എന്നാൽ നമുക്ക് തെക്കേമലേക്ക് പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു 1 മണി ആയപ്പോഴത്തേക്കും, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇവരെന്നോട് പറഞ്ഞില്ല, പക്ഷേ 1 മണിയായപ്പോൾ ഞാൻ കാണുന്ന 2 വണ്ടി മുറ്റത്ത് വന്നു. വണ്ടിയിലെ ചോറൊക്കെ വെച്ച കലസഹിതം കറികൾ എല്ലാ സാധനവുമായിട്ട് സഹോദരങ്ങളെല്ലാവരും, ചേട്ടന്, ചേച്ചി, അനിയൻ, അനിയത്തി, നാത്തൂമാർ, മക്കൾ എല്ലാവരും കൂടെ അമ്മച്ചി എടുത്ത വണ്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഓണസദ്യ കഴിച്ചു. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വലിയ അനുഭവമാണ്. അതുപോലെ അമ്മച്ചിയെ സംബന്ധിച്ച് പറയുമ്പം, അമ്മച്ചി ഒരിക്കലും ഒരു പരാതി ഒന്നിനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴും സംതൃപ്തി അമ്മച്ചി, എല്ലാ കാര്യത്തിലും വളരെ വിധേയത്വത്തോടെ, ഒരു നിശബ്ദമായ മൗനമെന്ന് വേണേൽ പറയാം. അതൊരു വിവേകത്തിൻ്റെയോ ഒക്കെ ആയിട്ട് നമുക്ക് കരുതാം. വളരെ ഒരു ആരെക്കുറിച്ച്, ഞങ്ങൾ 9 മരുമക്കളുണ്ട്, പക്ഷെ എല്ലാവരെയും ഒരുപോലെ 10 മക്കളെ എന്ന പോലെ തന്നെ ഞങ്ങൾ 9 മരുമക്കളെയും അമ്മച്ചി കരുതുന്നു. ആരെക്കുറിച്ച് ഒരു മോശമായിട്ട് പറയാനോ അങ്ങനെയൊന്നുമില്ല അമ്മച്ചിക്ക്. എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടി കാണാൻ. അതുപോലെ ചാച്ചനാണേലും എനിക്ക് അപ്പൻ്റെ സ്നേഹം തന്ന് എന്തൊരാവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ വന്നാലും ചാച്ചൻ ആ സമയത്ത് തന്നെ ഓടി വരും. അങ്ങനെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്. ഞാനിവിടെ കുടുംബത്തിൽ നിൽക്കുന്ന ആളാണ്. മക്കളിൽ 6ാമത്തെ ആളാണ്. ഇതെൻ്റെ ഭാര്യ ബീന ജോസ്. എനിക്ക് 2 മക്കളാണുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചാച്ചനെ അമ്മയും ഞങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ചാച്ചൻ മരിച്ചിട്ടിപ്പം 13 വർഷമായി.
ഇപ്പം അമ്മച്ചി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളെ എല്ലാവരും വളരെ സ്നേഹത്തോടും അമ്മച്ചിയെ കാണുകയും വിളിക്കുകയും പിന്നെ എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ആരെയും വരാതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അമ്മച്ചി എന്നോട് ചോദിക്കും, ജോസേ അവർ വന്നോ, ഇവർ വന്നോ, അവരെ വിളിച്ചോ. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയും, അവർ വിളിച്ചില്ലെങ്കിലും വരുമല്ലോ അമ്മച്ചി. പിന്നെ മറന്നുപോയാലും ഞാൻ മറന്നുപോയാലും തന്നെ അവരെല്ലാം എൻ്റെ സഹോദരങ്ങളെല്ലാം ഇവിടെ വരും, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് പങ്കെടുക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. പിന്നെ ചാച്ചൻ ചെറുപ്പം തൊട്ട് ഞങ്ങളെ നല്ല ദൈവ സ്നേഹത്തിലും നല്ല വിശ്വാസത്തിലും എല്ലാം പഠിപ്പിക്കുകയും അതുപോലെ പ്രാർത്ഥന നില ഞങ്ങളെ ജീവിക്കാനുള്ള ഇത് തരികയും അവസരം തരികയും എല്ലാം ചെയ്തു. ആ ഒരു മാർഗത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ചാച്ചൻ്റെ ആ ഒരു ജീവിത രീതി ഞങ്ങൾക്ക് 10 മകൾക്കും എല്ലാം നല്ലൊരു അനുഗ്രഹമായിട്ടാണ് തീർന്നിരിക്കുന്നത്. അതിപ്പോഴും അമ്മച്ചിയാണെങ്കിലും അമ്മച്ചി പ്രായമായിട്ടിരിക്കുന്നു എങ്കിലും ഞങ്ങൾ അമ്മച്ചിയോടാണേലും അമ്മച്ചി ഞങ്ങളോടാണേലും വളരെ സ്നേഹത്തിലും എല്ലാവരും ഞങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ചാച്ചൻ മരിക്കുന്ന സമയത്ത് ഞാനും ഒരു പെങ്ങളും അമ്മച്ചിയും പെങ്ങളുടെ മോനും ഉണ്ടായിരുന്നുള്ളൂ. ചാച്ചൻ മരിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ വിളിക്കുകയും ഞാൻ ഓടി വരികയും ചാച്ചൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഉടനെ പെട്ടെന്ന് അവിടെ ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കട്ടിലേ കിടക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കൈകളിൽ തല വെച്ചാണ് ചാച്ചൻ മരിക്കുന്നത്. അത് ഞാൻ എൻ്റെ സഹോദരങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് അറിയിക്കുകയും അവരെല്ലാവരും ഓടി വരികയും എടുക്കുകയെല്ലാം ചെയ്തു. പിന്നെ കൂടുതലും എനിക്കൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് 10 മക്കളിൽ എനിക്കാണ് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും എനിക്കും ബീനായ്ക്കും എൻ്റെ മക്കൾക്കുമാണ് കൂടുതൽ ജീവിക്കാനുള്ളൊരു അവസരം, സ്നേഹത്തിലും യോജിപ്പിലും പോകാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കുടുംബത്തിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൂടുതലായിട്ട് ദൈവം തന്നിട്ടുമുണ്ട്. അമ്മച്ചിക്ക് ഇപ്പോൾ 90 വയസ്സായി. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് കുർബാന സ്വീകരിക്കുന്ന കാര്യം പറയും. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിച്ച് കുർബാന കൊണ്ടു കൊടുക്കും. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. പള്ളിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് TV-യിൽ അത് വെച്ച് കൊടുക്കും. പിന്നെ സന്ധ്യാപ്രാർത്ഥനയും ഭയങ്കര നിഷ്കർഷയാണ്. എപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടാണ് അമ്മച്ചി നടക്കുന്നത്. എപ്പോഴും കയ്യിൽ കൊന്ത കാണും. ആ കൊന്ത കയ്യിൽ നിന്ന് താഴെ എവിടെയെങ്കിലും പോയാൽ എൻ്റെ കൊന്ത തന്നെ എനിക്ക് വേണം എന്ന് എപ്പോഴും പറയും. മാതാവിനോടുള്ളൊരു ഭക്തി അമ്മച്ചിക്ക് ഉണ്ട്. അമ്മച്ചിയുടെ ആത്മീയ ജീവിതം ഞങ്ങൾക്കും മക്കൾക്കും ഒരു പ്രചോദനമാണ്. കുടുംബത്തിൽ അംഗമാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ പേര് ആൻസി. എൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും 7ാമത്തെ മോളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസ്. എന്നെ അരിക്കുഴിയിൽ ഫാമിലിയിൽ കെട്ടിച്ചിരിക്കുന്നു. എൻ്റെ മോള് ആൻ, എൻ്റെ മോൻ നോയൽ. ഞങ്ങൾ പൂനെയിലാണ് താമസിക്കുന്നത്. കല്യാൺ രൂപത ഡിഗി പാരിഷിൽ ഞങ്ങൾ താമസിക്കുന്നു. പിന്നെ എൻ്റെ ചാച്ചനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഭയങ്കര വളരെ സിമ്പതി കാണിക്കും, ഷെയർ ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ എന്തുണ്ടെങ്കിലും നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, അങ്ങനെയുള്ളൊരു സ്വഭാവം ഉള്ളൊരു ആളായിരുന്നു. അതുപോലെ തന്നെ ചാച്ചനെ എവിടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാലും ചാച്ചൻ്റെ കുറേ ചോക്ലേറ്റും കയ്യിലിട്ടുകൊണ്ടേ ചാച്ചൻ പോകത്തുള്ളൂ. ചാച്ചനത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അടുത്തുള്ള പിള്ളേരെ കാണുമ്പോൾ, അതുപോലെ തന്നെ ചാച്ചൻ്റെ ബന്ധുക്ക വീടുകളിൽ ചെല്ലുമ്പോൾ ഒക്കെ പിള്ളേർക്കെല്ലാം മുട്ടായി കൊടുത്തിട്ടേ ചാച്ചൻ വരത്തുള്ളൂ. അപ്പം ചാച്ചനെ എല്ലാവരെയും മുട്ടായി അപ്പച്ചൻ എന്ന് വിളിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മച്ചിയാണേലും എന്തുണ്ടെങ്കിലും അത് ആഹാരം ഉള്ളതിൽ നിന്ന് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ചാച്ചനെ അമ്മച്ചിയെയും എപ്പോഴും മാസത്തിൽ ഒന്ന് സഹോദരങ്ങളുടെ അടുത്ത് ഈ മലബാറിൽ കട്ടപ്പനയിലൊക്കെ ചാച്ചൻ്റെ ചേട്ടനൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെയും എല്ലായിടത്തും ചാച്ചൻ എല്ലാവരെയും പോയി ഒന്ന് വിസിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സഹോദര സ്നേഹവും ചാച്ചൻ വളരെ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ചാച്ചന്. ഞാൻ ഈ ആക്കാട്ട് ഫാമിലിയിൽ വന്നിട്ട് സഹോദരി സ്നേഹവും സൗഹൃദവും അതുപോലെ തന്നെ കരുതലും ഞാൻ ഈ ഫാമിലിയിൽ ഒത്തിരി ഡിഫറെൻ്റായിട്ട് കണ്ടിട്ടുണ്ട്. അത് എല്ലാം ഞങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ വിശ്വാസ ജീവിതങ്ങൾ ഒത്തിരി ഞങ്ങളെ പരിപോഷിപ്പിച്ചു. ഞങ്ങളുടെ ആ ജീവിതം പിന്നെയും ഞങ്ങളുടെ കൊച്ചുമക്കളിലും കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഞങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ ഒത്തിരി ഹെൽപ്പബിളാണ്. എൻ്റെ പേര് ടിറ്റി ജോയി. എന്നെ കെട്ടിച്ചിരിക്കുന്നത് ചെർക്കട വെച്ചൂർ പാറേക്കാട്ട് വീട്ടിലാണ്. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും 8ാമത്തെ മകളാണ്. എൻ്റെ മോളാണ് ഈ കൂടെ നിൽക്കുന്നത്. അവളുടെ കല്യാണമൊക്കെ ആയിരിക്കുവാണ്. പിന്നെ എനിക്ക് ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് പറയാനുള്ളത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ക്ഷമയാണ്. അവർ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും എപ്പോഴും കഴിഞ്ഞിരുന്നു.
പിന്നെ ചാച്ചന് ജാതി മതഭേദമന്യേ ഇവരോടും വചനം പറയുമായിരുന്നു. ഞങ്ങളോടും എപ്പോഴും മറ്റുള്ളവർക്ക് വചനം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. മറ്റുള്ളവരോട് എപ്പോഴും നല്ല കരുണയോടുകൂടി പ്രവർത്തിക്കണം, കരുണയോടുകൂടി ഇടപെടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞു തന്നിരുന്നു. കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതെന്നും പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്നും അമ്മച്ചിയും ചാച്ചനും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഇത്രയും നല്ല ഭവനത്തിൽ നിന്നും വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ വിശ്വാസ ജീവിതത്തിന് ഞാൻ മാതൃകയാക്കുന്നുണ്ട്. പരസ്പര സ്നേഹവും സഹകരണവും വളരെ വളരെ സ്നേഹത്തോടെയുള്ള അവരുടെ സമീപനവും എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലും ഇത് ഞാൻ അനുകരിക്കാനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. എൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും 10ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് ഡാനി അശ്വർത്ത്. എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് പൂനെയിലാണ്. എൻ്റെ ചേട്ടനും എൻ്റെ മോളും അവരിപ്പോൾ പൂനെയിലാണ്, അവർക്ക് വരാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അശ്വർത്ത് ആൽഫ്രഡ്. എൻ്റെ മോളുടെ പേര് ഫിയോന അശ്വർത്ത്. ഇതെൻ്റെ മോൻ്റെ പേര് ഫ്രാങ്ക്ലിൻ അശ്വർത്ത്. എൻ്റെ ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് പറയാനാണെങ്കിൽ, എൻ്റെ കൊച്ചിൽ എൻ്റെ ചാച്ചൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ കൈ കഴുകിയിട്ട് ഓടി വന്നിട്ട് പെട്ടെന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ചാച്ചൻ എന്നോട് ചോദിക്കുമായിരുന്നു, എടി മോളെ, നീ ഈ ഫുഡ് തന്ന ദൈവത്തിന് നീ നന്ദിയൊന്നും പറയത്തില്ലേ? അപ്പം ഞാൻ ചാച്ചനോട് ചോദിക്കുമോ അതെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം ചാച്ചൻ പറയുമായിരുന്നു, ഈ തന്നിരിക്കുന്ന ഈ ഫുഡിൻ്റെ ബാക്കിൽ ഒരുപാട് കൈകളുണ്ട്. അപ്പോൾ അവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിങ്ങനൊരു ആഹാരം കിട്ടാനായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കതിന് ഇപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറഞ്ഞിട്ട് വേണം ഇരിക്കാനായിട്ടെന്ന് ചാച്ചൻ അങ്ങനെ പറയുമായിരുന്നു. പിന്നെ അമ്മച്ചിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, അമ്മച്ചി എപ്പോഴും എല്ലാ മക്കളെക്കാട്ടിലും കൂടുതൽ ഫുൾ സപ്പോർട്ട് എനിക്കായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ഇച്ചിരി കുരുത്തക്കേട് കൂടുതലായിരുന്നു, സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കുമ്പോഴും. അപ്പം അമ്മച്ചി എന്നെ ഒത്തിരി കവർ ചെയ്യുമായിരുന്നു. ഒത്തിരി സ്നേഹത്തോടെ, മോളെ നീ അങ്ങനെ ചെല്ലുക, നീ അങ്ങനെ പറയരുത് എന്നൊക്കെയുള്ള നല്ല പ്രചോദനമായിരുന്നു. പിന്നെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് കൂടുതൽ ചാച്ചനും അമ്മച്ചി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആക്കാട്ടു കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും നല്ല വിശേഷങ്ങളുമായി ഇതിൻ്റെ 2ാം ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. താങ്ക് യു. മധുരം ജീവിത സായാഹ്നം, മഹനീയം ഈ സായം സന്ധ്യ. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. ഭയമിനിയും വേണ്ട, കണ്ണീരും വേണ്ട, കർത്താവാം ദൈവം കരം പിടിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.